नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेटनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय. കഴിഞ്ഞ ദിവസമേ ബോച്ചെ പങ്കുവെച്ച ഒരു വീഡിയോ ആണ്. അപ്പം മൊണാലിസ മോണി ബോഫ്ലെ ഇൻഡോർ സ്വദേശി പ്രയാഗിലെ കുംഭമേളയിലൂടെ പ്രസിദ്ധയായ ഒരു മാല വിൽപ്പനക്കാരി, പാവപ്പെട്ട ഒരു പെൺകുട്ടി, ഉപജീവനത്തിന് വേണ്ടി മാല വിറ്റുകൊണ്ട് നടന്ന മോണി ബോഫ്ലെ പെട്ടെന്ന് വൈറലായി മാറി. വശ്യമായ ചിരി, ചാരനിറം, ചാരക്കണ്ണുകൾ എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങ് വൈറലായി മാറി. ഈ പ്രയാഗിൽ വന്ന ബ്ലോഗർമാരും ഫോട്ടോഗ്രാഫർമാരും ഈ വീഡിയോകളും മാല വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മൊബൈലിലൂടെയൊക്കെ പകർത്തി ലോകമെമ്പാടും എത്തിച്ചപ്പം ആരാധകർ കൂടി. ആ സൗന്ദര്യത്തിന് മുമ്പിൽ, ആ ചിരിയുടെ മുമ്പിൽ ആയിരങ്ങൾ മയങ്ങി വീണു എന്ന് പറയാം. പിന്നെ മൊണാലിസ പെട്ടെന്ന് അങ്ങ് പ്രസിദ്ധിയായി. അങ്ങനെയാണ് പെട്ടെന്ന് വൈറലായി. ഹോളിവുഡിലേക്ക് ഫനോജ് മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ സിനിമ എടുക്കാൻ വേണ്ടി വരുന്നു. ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന പേരിട്ടേക്കുന്ന ചിത്രത്തിലെ നായികയാവുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പ്രസിദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന മൊണാലിസയെ സംബന്ധിച്ച് തൻ്റെ ഉപജീവന മാർഗം ഏതായാലും ഈ വൈറലായ വീഡിയോ വന്നതോടെ നിന്നു. കാരണം മൊണാലിസയെ കാണാൻ വേണ്ടി പ്രയാഗിലെത്തുകയും തിക്കിനും തിരക്കിനും പെട്ട് തൻ്റെ മാല വിൽപ്പന ഒന്നും നടക്കാതെ വരികയൊക്കെ ചെയ്തു. ഇതിനിടയിൽ പല പല വാർത്തകൾ വന്നു. മൊണാലിസ മാല വിട്ടത് കോടിക്കണക്കിന് രൂപയുടെ മാല വിറ്റു എന്നൊക്കെ പറയുമ്പോഴും ദയവായി എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പത്രക്കാരോട് കെഞ്ചി പറയുന്ന മൊണാലിസയുടെ വീഡിയോയിലും നമ്മൾ പുറത്തു കണ്ടു. കാരണം അവരുടെ മാല വിൽപ്പന നടക്കാതെ വരുന്നു. ഈ പത്രക്കാരും ടി വിക്കാരും ഒക്കെ അവരെ വളഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ഓട്ടോഗ്രാഫ് മേടിക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടി ആൾക്കാർ തിക്കിത്തിരക്കുന്നു. പക്ഷേ മാല വിൽക്കുന്നില്ല. അവസാനം പ്രയാഗിൽ നിന്ന് അവർ ജനങ്ങളുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതാണ് പെട്ടെന്ന് വൈറലാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചു, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് വൈറലായ ഒരു താരമാണ്. നമ്മൾ ആരാകും എന്ന് നമുക്ക് ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം നാളെ നമ്മൾ എവിടെയൊക്കെയോ എത്തിച്ചേരാം, അല്ലേ? ഇപ്പം നമ്മളിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങളിരുന്ന് കേൾക്കുമ്പോഴും നമ്മൾ എവിടെ എത്തും എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. എല്ലാവരും സാധാരണക്കാർ, സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ മുതൽ എല്ലാവരും സാധാരണക്കാരായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നിമിഷം, ചിലപ്പോൾ ഒരു പരിചയപ്പെടലാകാം, ചിലപ്പോൾ ചില സംഭവങ്ങളാകാം, നമ്മളെയൊക്കെ വളരെ പ്രസിദ്ധരാക്കി മാറ്റും. പിന്നെ നമ്മളെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതിനുവേണ്ടിയുള്ള സ്വപ്നങ്ങളാണ് ഓരോ മനുഷ്യ ജീവിതമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ മൊണാലിസയെ തേടി വന്നത് കുംഭമേളയിലും അവർ എത്രയോ സ്ഥലങ്ങളിൽ മാല വിറ്റ് നടന്നു കാണും, അല്ലേ? അവിടെ ഒന്നും ആൾക്കാർ ശ്രദ്ധിച്ചില്ല. ഏതെങ്കിലും ഒരു ബ്ലോഗറുടെ, ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറുടെ ചിന്തയിൽ വിരിഞ്ഞ ആ സുന്ദരമായ മുഖം പകർത്തുകയും അത് വീണ്ടും ടി വിയിലൂടെയൊക്കെ പ്രസിദ്ധമാവുകയും ചെയ്തപ്പോഴാണ് മൊണാലിസ പ്രസിദ്ധയാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മൊണാലിസയെ പറ്റി പറയാനല്ല. ഇന്ന് കൊച്ചു കേരളത്തിലേക്ക് ഫെബ്രുവരി 14 മൊണാലിസ എത്തുന്നു, മോണി ബോഫ്ലെ എത്തുന്നു എന്നാണ്. അതിന് കാരണക്കാരനായതോ നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് മാധ്യമങ്ങളിലെല്ലാം തുടർച്ചയായ വാർത്താ പ്രാധാന്യം നേടിയ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ജൂലേഴ്സിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മൊണാലിസ അവിടെ എത്തുന്നത്. ഫെബ്രുവരി 14 രാവിലെ 10:30. അപ്പം ഇത്രയും നാൾ ഹണി റോസിനെ മായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലായിരുന്നു ബോച്ചെ ഇടം പിടിച്ചിരുന്നത്, അല്ലേ? പണ്ട് മഡോണയെ കൊണ്ടുവിടുന്നുണ്ട് ബോബി. അതുപോലെ പ്രസിദ്ധരായ വ്യക്തികളെയെല്ലാം തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് ഹണി റോസിനെ ആയിരുന്നു അദ്ദേഹം ഉദ്ഘാടനങ്ങൾക്കെല്ലാം ക്ഷണിക്കാറുള്ളത്. അത് ഭയങ്കര വിവാദങ്ങളിലേക്ക് പോയി. അവസാനം കേസായി, വഴക്കായി, വക്കാണമായി, അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു. അവസാനം ഹണി റോസിനെ ഒഴിവാക്കി. ഇപ്പം
മൊണാലിസയെ കൊണ്ടുവന്നു. അപ്പം ബോച്ചയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാശുണ്ട്, സ്വാധീനമുണ്ട്. ഈ അണിറോഫ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുകൊണ്ടേ അല്ല ബോച്ചെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും തൻ്റെ ജീവിതം തുടരുന്നതൊന്നും അല്ലേ. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ പ്രസിദ്ധരായ പല വ്യക്തികളെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇപ്പം അണിറോഫ് എന്തായിരിക്കും വിചാരിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ആവശ്യമില്ലാത്ത കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഞാൻ ബോച്ചയെ അനുകൂലിച്ച് സംസാരിക്കുകയല്ല. ബോച്ച പലപ്പോഴും ചില കാര്യങ്ങളിൽ അദ്ദേഹം പലപ്പോഴും അനാവശ്യമായ കൈകടത്തൽ നടത്തിയിട്ടുണ്ട്. ചില അശ്ലീലമായ പരാമർശങ്ങളും അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില രീതികളായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജയിലിൽ കിടന്നതും അത് നെഗറ്റീവാകാം, പക്ഷെ അതിലൂടെ അദ്ദേഹം തൻ്റെ ചെമ്മണ്ണൂർ ജൂലർ തൻ്റെ സ്ഥാപനങ്ങളിലേക്ക് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് അദ്ദേഹം ഉയർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരാധകരുടെ എണ്ണം കൂടുന്നു. എനിക്ക് തോന്നി കേസ് വരുന്നതിന് മുമ്പതിനേക്കാൾ കൂടുതൽ ഉള്ള ആരാധകർ ഉണ്ടാവും. പറഞ്ഞ ഗൗരവതരമായ പല ചർച്ചകളും ഇതിനൊക്കെ ഇടയാക്കി. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 2 നിയമങ്ങൾ വേണോ? പുരുഷന്മാരെ മാത്രമാണോ നിയമം ലംഘിക്കുന്നത്, സ്ത്രീകളുമില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. പുരുഷ കമ്മീഷൻ്റെ കാര്യം സംസാരിക്കുന്നു. അതൊക്കെ ഈ ബോച്ചെ അണിറോഫ് വിഷയമാണ്. എനിക്ക് തോന്നുന്നു അണിറോഫിനെ സംബന്ധിച്ച് കാര്യങ്ങൾ നീതീകരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കണോ എന്നുള്ളത്, അദ്ദേഹത്തെ ജയിലിലിടണോ എന്നുള്ളത് അണിറോഫ് ഇപ്പം 2 പ്രാവശ്യം ചിന്തിച്ചാണ്. കാരണം അത് അണിറോഫിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അവരുടെ ഉദ്ഘാടനത്തിന് പോയി പലരും കൂവി വിളിക്കുന്നു. അതിൻ്റെയൊക്കെ വീഡിയോകൾ പലതും പുറത്തു വന്നു. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പം, ഗൾഫ് രാജ്യങ്ങളിൽ അവർ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ബോച്ചെ എന്ന് വിളിച്ചുകൊണ്ട് അവർ ഉദ്ഘാടന വേദിയിലേക്ക് ആൾക്കാർ തള്ളിക്കയറുന്നു. അതൊക്കെ അവരെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച് കഴിയുന്നതും ആരെയും പിണക്കാതിരിക്കും, പ്രത്യേകിച്ച് പ്രബലനായ ഒരു ശത്രു ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഈ കേസ് അല്ലാതെ തന്നെ വാണിംഗ് കൊടുക്കാമായിരുന്നു. പോലീസിലേക്ക് വിളിച്ചു വരുത്തി ബോച്ചയ്ക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്, ഇനിമേല ഇത് ആവർത്തിക്കരുത് എന്നൊരു വാണിംഗ് കൊടുത്ത് മറ്റേണ്ട കാര്യമേ ഉള്ളായിരുന്നു. പക്ഷെ അത് കേസായി വഴക്കായി. അത് അണിറോഫിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ്. കാര്യം ബോച്ചയെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെയുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും അതിലുപരി അദ്ദേഹം പലർക്കും വേണ്ടി പല സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ കാണാറുമുണ്ട്. പണമുള്ള ഒത്തിരി വ്യക്തികളുണ്ട്, പക്ഷേ അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളോട് തോൾ ചേർന്ന് സംസാരിക്കുവാനോ പ്രവർത്തിക്കാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല. അവരുടെ സാമ്രാജ്യം വേറെയാണ്. പക്ഷേ ബോച്ചെ അങ്ങനെയല്ല. ജനങ്ങളുമായിട്ട് ഒത്തുചേരുന്നു, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളുമുണ്ട്. പക്ഷേ ഇങ്ങനെ കുറച്ച് നെഗറ്റീവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വാണിങ്ങിൽ ഒരുക്കേണ്ട കാര്യമല്ലായിരുന്നു. അതുപോലെ അണിറോഫും ബോച്ചയും നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്ന കാര്യമായിരുന്നു. കാര്യം അവർ ഉദ്ഘാടന വേദിയിലൊക്കെ നിരന്തരമായി സംസാരിക്കുകയും അവർ നല്ല സൗഹൃദത്തിലിരുന്ന വ്യക്തികളാണ്. ചെമ്മണ്ണൂർ ജൂവലറിയുടെ മിക്കവാറും ഉദ്ഘാടനം എല്ലാം അണിറോഫായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാമായിരുന്നു. ഇങ്ങനെ ആവർത്തിക്കരുത്, ഞാൻ കേസ് കൊടുക്കുമേ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഏതായാലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അണിറോഫിന് പകരമായിട്ട് മൊണാലിസ ഇറക്കിയാണ് ബോച്ച കളിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഓളം സൃഷ്ടിക്കും എന്ന് തോന്നുന്നു. കോഴിക്കോട് 10:30 അണിറോഫ് എത്തുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ മൊണാലിസയെ കാണാൻ വേണ്ടി. മൊണാലിസ ഇപ്പം വൈറൽ താരമാണ്. കാര്യം അന്യപ്രദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ അവിടെ തങ്ങിക്കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബോച്ചയെ അവിടെ എത്തിക്കും. ബോച്ചയെ മാർക്കറ്റിംഗ് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കൃത്യമായി പഠിക്കുകയും അത് ഇപ്പം മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ഗംഭീരമായി മലയാളത്തിലെ മിക്കവാറും മാധ്യമങ്ങളെല്ലാം ഇത് സംസാരിക്കുന്നുണ്ട്. കാരണം മൊണാലിസ എത്തുന്നു, വൈറൽ താരം എത്തുന്നു. ഭാവിയിൽ ഒരുപക്ഷെ ഒരു സിനിമാ താരമായി മാറാം. ഹിന്ദി സിനിമയിലെ ഒരു നായിക കഥാപാത്രമായി മാറാൻ സാധ്യതയുള്ളൊരു വ്യക്തി ഇവിടെ കേരളത്തിലെത്തുന്നു. അത് ബോച്ചെ കൊണ്ടുവരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചെമ്മണ്ണൂർ ജൂവലറിയുടെ പരസ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്.
അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിങ് ബോച്ചയാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഇപ്പം ആർക്ക് പോയി, ബോച്ചയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടു? ഒന്നുമില്ല. അതാണ് പറയുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കണം. അതിപ്പോൾ ഒരു പക്ഷേ അണിറൂഫ് ചിന്തിക്കുകയായിരിക്കും. അപ്പം കോഴിക്കോട് 10:30 ഫെബ്രുവരി 14. ഓക്കെ, ബായ്.